ഹലോ ഗൈസ്, ഇന്നത്തെ വൈകുന്നേരത്തെ ഒരു സ്പെഷ്യൽ പരിപാടികളാണ് കാണിച്ചിരുന്നത്. വൈകുന്നേരം ഭക്ഷണം ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറുണ്ണാൻ വേണ്ടിയിട്ടുള്ള ഒരു കുക്കിങ്ങിലാണ്. ഓൾറെഡി തോരൻ ഉണ്ടാക്കിയതുണ്ട്. എന്നാലും ഞാൻ മീൻ വറക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം മീൻ മുന്നേ വെള്ളത്തിലിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അത് കഴുകി വൃത്തിയാക്കിയിട്ട് മസാലയൊക്കെ തേച്ച്, അപ്പുക്കുട്ടനാണ് മസാല തേച്ചത്, ഞാൻ കഴുകി വെച്ചിരിക്കുകയായിരുന്നു. തേച്ച് ഞാനത് വറക്കാൻ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് അപ്പുക്കുട്ടന് സാലഡ് ഉണ്ടാക്കണം നിർബന്ധം. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ടായിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാർ സാലഡ് ഉണ്ടാക്കാനായിട്ട് അപ്പുറത്ത് നിന്ന് അരിയുന്നുണ്ട്, ഞാൻ ഇപ്പുറത്ത് നിന്ന് മീൻ വറക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടെ ഒരു റൂമിലായിട്ട് ഇപ്പോൾ ഒരു 8-9 മാസമായിട്ടുള്ളൂ. ഞങ്ങൾ ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല, സെപ്പറേറ്റ് റൂമിലായിരുന്നു. അപ്പുക്കുട്ടനും ജോസും ഒരു റൂമിലായിരുന്നു, ഞാൻ വേറെ റൂമിലായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ 8-9 പേര്, അവരുടെ റൂമിൽ 8-9 പേര് അങ്ങനെയായിരുന്നു. കൺജസ്റ്റഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വെൻറ്റിലേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും 5ാം നിലയുടെ അവിടെയാണ്. കാര്യം സ്റ്റെപ്പ് ഇറങ്ങി കയറുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ്. തന്നെയല്ല, ഞങ്ങൾ 3 പേരും ഒരു നല്ല കോംബോ പോലെയാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് കുക്ക് ചെയ്യാനും അതൊന്ന് ആസ്വദിച്ച് കഴിക്കാനും സമാധാനമായിട്ടിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുള്ളത് കേട്ടോ. എനിക്കൊരു അനുഗ്രഹമാണ്. കുറച്ചൊക്കെ ഞാൻ സ്ട്രഗിൾ ചെയ്തെങ്കിലും, ആദ്യമായിട്ട് ഹോസ്റ്റലിൽ വന്നപ്പോൾ സ്ട്രഗിൾ ചെയ്തെങ്കിലും പിന്നീട് എനിക്കൊരു ലക്കായിരുന്നു കേട്ടോ ഇവരെ 2 പേരെയും കിട്ടിയത്. ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചാവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ ലാസ്റ്റ് അങ്ങനെയായി. അവരുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഈ വ്ളോഗ് തുടങ്ങാനോ ചാനൽ തുടങ്ങാനോ ഒക്കെ പറ്റിയിട്ടുള്ളത് കേട്ടോ. വേറെ ഏതെങ്കിലും റൂമിലായിരുന്നെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യം സിറ്റുവേഷൻ ആയിരിക്കില്ല. ഇവർ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ, എന്ത് കാര്യത്തിന് പറഞ്ഞാലും അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീനൊക്കെ വറുത്ത് സാലഡൊക്കെ ഉണ്ടാക്കി വൈകുന്നേരത്ത് ഊണ് കഴിക്കാൻ പോയി. മീൻ വറുത്തത്, പിന്നെ മെസ്സിലൊരു കറി, പിന്നെ സാലഡ്, തോരൻ, പരിപ്പ് കറി, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മെസ്സിലൊരു മസാല കൂട്ട് കറിയായിരുന്നു, എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, താങ്ക് യു ഗൈസ്.